എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ സ്പെഷ്യൽ കണ്ടാലോ? സോയ ചങ്ക് പെപ്പർ ഫ്രൈ. അതിനായി സോയ ചങ്ക് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെച്ചു. ഈ വെള്ളത്തിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ഊറ്റിയെടുക്കാം. സോയ ചങ്ക് ഇവിടെ തിളച്ചു 5 മിനിറ്റായി. ഇതിനെയും ഊറ്റി പിഴിഞ്ഞെടുക്കാം. 2 സവാള, 2 തക്കാളി, 1 കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുന്നു. കറിവേപ്പില, ഈ സവാള ഇടാം. നന്നായിട്ട് വഴന്ന് വരട്ടെ. സവാള വഴന്നു പൊടികളിടാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, ഇനി ടൊമാറ്റോ ഇടാം. ഇത് നന്നായിട്ട് വഴന്ന് വരട്ടെ. സവോള, തക്കാളി ഒക്കെ നന്നായിട്ട് വഴന്നു. ആ ടൊമാറ്റോയുടെ നീരൊക്കെ ഇറങ്ങി വന്നു. ഇനി ഇതിലേക്ക് ഗരം മസാല, കുരുമുളക് പൊടി ഇത് രണ്ടും ചേർക്കണം. ഇനി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയ അങ്ങോട്ട് ഇടാം. ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെക്കാം. മൂടി വയ്ക്കാം. സോയ പെപ്പർ ഫ്രൈ ഇവിടെ വെള്ളമൊക്കെ വറ്റി ഏകദേശം റെഡിയായി. ലാസ്റ്റ് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ചും കൂടെ പ്രോട്ടീനും ഒക്കെ റിച്ചാകാൻ വേണ്ടി 5-6 പനീർ അങ്ങിടാം. പനീറിട്ടൊന്ന് ഇളക്കി 2-3 മിനിറ്റും കൂടെ മൂടി വെച്ചാൽ മതി. കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. സ്പെഷ്യൽ സോയ പനീർ മസാല ഇവിടെ റെഡിയായി. വെള്ളമൊക്കെ വറ്റി റെഡിയായി. ഇത് ചപ്പാത്തിക്ക് സെർവ് ചെയ്യാം, ചോറിന് ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്യൂ. ഞാനിവിടെ ചപ്പാത്തിക്ക് എടുക്കട്ടെ. ഓക്കെ. ഈ സോയ ചങ്ക് പനീർ പെപ്പർ ഫ്രൈ ഞാൻ ചപ്പാത്തിക്കൊപ്പം കഴിക്കുക. അടിപൊളി ടേസ്റ്റായിട്ടുണ്ട്. നോൺ വെജുകാരിടയ്ക്കൊക്കെ ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് ഉപയോഗിക്കും. ഇന്നത്തെ സ്പെഷ്യൽ ചപ്പാത്തിയും സോയ പനീർ പെപ്പർ ഫ്രൈയും. എല്ലാവരും ട്രൈ ചെയ്യൂ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.